നമ്മുടെ ചുണ്ടിലൊക്കെ വരുന്ന കറുപ്പും അത് മാത്രമല്ലാണ്ടല്ലോ ഈ ചുണ്ടൊക്കെ ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിലൊക്കെ ചുണ്ടൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വിണ്ട് കീറി പൊട്ടുന്നുണ്ടല്ലേ. അപ്പം ലിബ് ബാം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ബീട്രൂട്ട് വെച്ചിട്ട് ലിബ് ബാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് ഇരിക്കുകയും ചെയ്യും. പിന്നെ ലിബ് ബാം മാത്രമല്ല, നമുക്ക് കാലിൻ്റെ പാദം വിണ്ട് കീറത്തില്ലേ, അപ്പോൾ അതിനും എടുക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം. അപ്പം നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിക്കോട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു കുറച്ച് വാസലിൻ എടുത്തിട്ടുണ്ട്. വാസലിനൊക്കെ എല്ലാവരും വീട്ടിൽ ഇരിപ്പുണ്ടാവില്ല. അപ്പോൾ വാസലിൻ ഉണ്ടെങ്കിൽ എടുത്തോട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് തരുമ്പോൾ നമുക്ക് എന്തോരം ഉണ്ടാക്കണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ എടുത്തിട്ട് ഒന്ന് ഉരുക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് ഇത് ലിക്വിഡായിട്ട് ചൂടാകുമ്പോൾ ഇങ്ങനെ ഇതാ ഉരുകി വരും. നമ്മൾ മെഴുകുതിരിയൊക്കെ ഇങ്ങനെ ഉരുക്കുമ്പോൾ വെള്ളം പോലെ വരത്തില്ല, അതുപോലെ വരും കേട്ടോ. അതുണ്ടല്ലേ ഇങ്ങനെ വരും കേട്ടോ. ഇത് ഉരുക്കി എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതാ ഒരു ടിന്നിലേക്ക് തന്നെ എടുത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വാസലിൻ ഉണ്ടായിരുന്ന ടിന്നായിരുന്നു, അപ്പോൾ അതിൽ തന്നെ മിക്സ് ചെയ്തുണ്ടാക്കി കാണിച്ചു തരാം. ഇനി നമുക്കുണ്ടല്ലോ ഈ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഈ എന്താ ഗ്ലിസറിൻ വാങ്ങാൻ കിട്ടും, വെജിറ്റബിൾ ഗ്ലിസറിന്. ഇത് നമുക്കുണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ ചുണ്ടിൽ ഡ്രൈനെസ് മാറാനായിട്ട് ബെസ്റ്റാണ്. അത് മാത്രമല്ലാണ്ട് ഈ കുട്ടികളുടെയൊക്കെ ഇങ്ങനെ കാലിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ കൈയുടെ ഒക്കെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുരിച്ചിലായിട്ട് ഡ്രൈ സ്കിന്നായിട്ടിരിക്കത്തില്ലേ, അപ്പോൾ അതിനും ഇതിങ്ങനെ തേക്കുവാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വാസലിനും ഗ്ലിസറിനും കൂടി ഇത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ലിക്വിഡ് പോലെ നമുക്ക് ആക്കിയെടുക്കാം. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ കട്ടയായി പോട്ടെ, നമ്മൾ ആ വാസലിൻ ഇരിക്കുന്ന രീതിയിൽ തന്നെ സെറ്റായി കിട്ടും. അപ്പം ഇത് നിങ്ങൾക്ക് കാൽപാദത്തിൽ രാത്രി കിടക്കാൻ നേരത്ത് കാലിൻ്റെ പാദം വീണ്ടും ഇരിക്കുന്ന ഭാഗത്ത് തൂത്തിട്ട് മസാജ് ചെയ്തിട്ട് കിടക്കാം കേട്ടോ. എന്നിട്ട് രാവിലെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ തന്നെ വീട്ടിലൊക്കെ ആയി പോകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിനകത്ത് പിന്നെ തുടച്ച് കഴുകി കളയാനൊന്നും ഉണ്ടാവത്തില്ല, മൊത്തം പോയിട്ടുണ്ടാവും. അപ്പം അതങ്ങനെ നിങ്ങൾക്ക് കാലിലിങ്ങനെ തേച്ച് കിടക്കുവാണെങ്കിൽ ഏകദേശം ഒരാഴ്ചയൊന്നും വേണ്ട, 2-3 ദിവസം കൊണ്ടൊക്കെ വിണ്ട് കീറൽ മാറി കിട്ടും. ഇനി അതങ്ങനെ തന്നെ നമുക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്കും കയ്യിലും കാലിലൊക്കെ തൂത്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. ഇനി ലിപ്പ് ബാം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് നാളത്തേക്ക് ലിപ്പ് ബാം ഇരിക്കും. സാധാരണ ബീട്രൂട്ടിൻ്റെ നീരെടുത്തിട്ട് ഉണ്ടാക്കണമെങ്കിൽ കേടായി പോകും വെളിയിരുന്ന. ഇത് നമുക്ക് കേടാവത്തില്ല. ഇത് ബീട്രൂട്ടിൻ്റെ പൗഡർ വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ബീട്രൂട്ട് ഇങ്ങനെ ചീമ്പി എടുക്കണം, എന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ബീട്രൂട്ടിൻ്റെ പൗഡർ ഇതേപോലെ വാസലിൻ ഉരുക്കി വെച്ചേക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിനുണ്ടെങ്കിൽ 2-3 സ്പൂണോളം, സ്പൂണല്ല 2-3 തുള്ളി ഗ്ലിസറിനും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഇതുപോലെ ലിബ് ബാമും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചുണ്ടത്തൊക്കെ തേച്ചിട്ട് രാത്രി കിടക്കുകയാണെങ്കിൽ ചുണ്ടിൽ വരുന്ന ഇത് രാത്രി തന്നെ തേക്കണമെന്നൊന്നുമില്ല കേട്ടോ, പകലാണെങ്കിലും തേച്ചാൽ മതി. ചുണ്ടിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും, വിണ്ട് കയറലും മാറി കിട്ടും. ഈ ചുണ്ടിൽ വരുന്ന ഡ്രൈനെസ്സും മാറിയിട്ട് ഈ ബ്ലാക്ക് പോലെയുള്ള കറ പോലെയൊക്കെ വരത്തില്ല സ്കിന്നിൽ, അപ്പോൾ അത് മാറി കിട്ടിയിട്ട് ചുണ്ടിന് നല്ല നിറം വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ ഇത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ലിപ് ബാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിനും വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്തവരൊക്കെയാണെങ്കിൽ ഫോളോ കൂടി വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.